ഹായ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു ഈവനിങ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും അറിയില്ല, കാരണം ഞാൻ ഇതിന് മുന്നേ എടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ടൈം ഒരു 3:30 മണി ടൈം ആയിട്ടുണ്ട്. നമ്മുടെ ഹീറോ വരാനുള്ള ടൈം ആയിട്ടുണ്ട്. ഞാനൊരു ഉച്ചമയക്കമൊക്കെ കഴിഞ്ഞ് അവനുമായിട്ട് ഫയർ ചെയ്യാനുള്ള എല്ലാ എനർജിയും എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അവൻ 3:30 ഒരു ടൈമിലാണ് വരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അവനെ ഒന്ന് വിളിക്കാനായിട്ട് പോവാം. വിളിക്കാൻ പോണ്ട, വേറൊരു അവൻ്റെ മാമൻ തന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊരു ജംഗ്ഷനിൽ പോവേണ്ടി വരും. അപ്പോൾ നമുക്ക് അവൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെളിയിൽ ചെറിയ മഴയും വെയിലും ഒക്കെ ഉണ്ട്. പണ്ടുള്ളവർ പറയുമല്ലോ, മഴയും വെയിലും വന്നാൽ കുറുക്കൻ്റെ കല്യാണമാണെന്ന്. അപ്പോൾ ഏതോ ഒരു കുറുക്കൻ്റെ കല്യാണം നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഹീറോയിനെ വെയിറ്റ് ചെയ്തിരിക്കാം. ഓക്കെ. കുറേ നാൾക്ക് ശേഷം ഇവനെയും പൊക്കിയെടുത്ത് നമ്മുടെ ആരസ് വന്നിട്ടുണ്ട്. അവനെ വിളിക്കാൻ പോകുന്നതാണ് നിങ്ങളീ കാണുന്നത്. ക്യാമറ പിടിച്ചിരുന്നത് അമ്മയാണ്. അങ്ങനെ അവിടെ ചെന്ന് അവനെ പിടിക്കാൻ നിർത്താൻ പറഞ്ഞു. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങിക്കോളാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ബാഗ് മേടിച്ച് കയ്യിൽ വെച്ചിട്ട് പിന്നെ അവൻ തന്നെത്താനെ ഇറങ്ങി. നല്ല മൂടാണെങ്കിൽ സ്കൂളിൽ നിന്ന് വന്നോടനെ എല്ലാ കഥകളും പറഞ്ഞു തരും. ചിലപ്പോൾ ചീത്ത സ്വഭാവമാണെങ്കിൽ ചോദിച്ചാലും ഒന്നും പറഞ്ഞു തരത്തില്ല. ഇതെന്തിങ്ങനെ ക്യാമറയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതെന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആരോ പേപ്പർ സോപ്പ് കൊടുത്ത് അത് വെച്ച് കൈയൊക്കെ കഴിയതിന് ശേഷം കുളിക്കാനായിട്ട് പോയി. എന്നിട്ട് റൂമിൽ ചെന്ന് ഇനി കുറേ നേരം കൊഞ്ചിക്കലും കാര്യങ്ങളൊക്കെ കഴിയും. എന്നിട്ടാണ് ബാക്കി പരിപാടി. വന്നോടനെ കുരുത്തക്കേടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുളിക്കാം നമുക്ക്. ഓക്കെ, ഡ്രസ്സൊക്കെ വരാം. കുളിച്ചിട്ട് വരാന്ന് പറ. ഇത് കൊണ്ടുപോയതൊക്കെ കഴിച്ചാ എടേ? എന്ത് ലഞ്ച് എന്ത് കഴിക്കാഞ്ഞാ? അപ്പോൾ സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയതായിട്ട് പുതിയ ഹോബിയൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാൻ കുറേ നേരം പോസ്റ്റാണ് അവന് വേണ്ടി. കുറച്ച് ടൈം അതിൽ കളിച്ചിട്ടേ പിന്നെ ബാക്കിയുള്ള കുളിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തുവാണ് സംഭവം എന്ന്. ഹായ്, അങ്ങനെ നീരാട്ടെല്ലാം കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെക്ഷൻ സ്വന്തമായിട്ട് തല കോതണം. അതിന് എന്നെ സമ്മതിക്കില്ല. അടുത്ത എന്തോ പരിപാടിയാണ്? ഫുഡ് കഴിക്കണം അല്ലേ? പോവാം. അങ്ങനെ ഒരുങ്ങൽ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ കളിക്കാനും പോയി. ഇനി അടുത്തത് അവന് ഫുഡ് കൊടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ രാവിലെ ആട്ടിയ മാവിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ച് വരുമ്പോഴത്തേക്ക് അവന് അപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ ചൂടോടുകൂടി കഴിക്കുമല്ലോ. ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകുന്ന ദിവസം അവന് വൈകിട്ട് വരുമ്പോഴത്തേക്ക് രാവിലത്തെ കാപ്പി ആയിരിക്കും കൊടുക്കുന്നത്. ഇനി ഉച്ചയ്ക്ക് കാപ്പിയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ വരുമ്പോഴത്തേക്ക് ചോറായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ ഏതായാലും വരുമ്പോഴത്തേക്ക് നമുക്കെല്ലാവർക്കും അങ്ങനെയാണല്ലോ, എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഒരു വിശപ്പ് കാണുമല്ലോ. അതുപോലെ തന്നെയാണ് ഇവനും. പോയിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും കൊടുത്താലും കഴിച്ചോളും, വേറെ വേണ്ടാന്നൊന്നും പറയത്തില്ല. അങ്ങനെ അവന് അപ്പവും സാമ്പാറുമാണ് അവന് വൈകിട്ട് കഴിക്കാനായിട്ട് കൊടുത്തത്. അമ്മ ഈ ഗ്യാപ്പിൽ വിളക്കിൽ വെക്കാനായിട്ട് പൂവൊക്കെ പിച്ചാൻ പോയേക്കുവാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പലക കാണുന്നൊരു ടൈമാണ്. അതായത് ഇവന് ഫുഡ് വാരി കൊടുക്കുന്ന ടൈം. ഒറ്റയ്ക്ക് കഴിക്കും, കാർട്ടൂണൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കഴിക്കും. വീട്ടിലാണെങ്കിൽ, അല്ലാതെ സ്കൂളിൽ പോയിട്ടൊക്കെ ഒറ്റയ്ക്കൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. വീട്ടിൽ പിന്നെ അവൻ കളിക്കുന്ന ടൈം ഞാൻ വായി വെച്ച് കൊടുക്കും. പക്ഷേ മുമ്പായിരുന്നെങ്കിൽ ഒരു അപ്പമൊക്കെ എടുത്തുകൊണ്ട് വന്ന ഒരു 2-3 മണിക്കൂർ അവനൊരു അപ്പം കൊടുക്കാൻ ടൈം എടുക്കുമായിരുന്നു. ഇപ്പോഴും മോശമൊന്നുമല്ല, എന്നാലും മുമ്പത്തെ വെച്ച് നോക്കുവാണെങ്കിൽ സ്കൂളിൽ പോയതിന് ശേഷം ഒരുപാട് മാറ്റമുണ്ട്. അപ്പം ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ചേട്ടന്മാരൊക്കെ വന്നിരുന്ന് അവൻ്റെ കൂടെ വാചകം അടിക്കുന്നതാണ് കാണുന്നത്. എൻ്റെ കയ്യിൽ ഫോൺ ഇരിക്കുന്നത് ചേട്ടൻ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ചേട്ടൻ വിളിക്കുന്നൊരു ടൈമും കൂടെയാണ്. അപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ ചെടി പരിപാലനത്തിലോട്ട് പോയി. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ചെടിയിലേക്ക് നോക്കി നല്ല പുല്ലൊക്കെ പിച്ച് കളഞ്ഞ് അവൻ ഒരു സൈഡിൽ ഇരുന്ന് മണ്ണ് വാരി കളിക്കും. മണ്ണോ അല്ലെങ്കിൽ അവൻ്റെ വണ്ടിയോ എടുത്ത് ചെളിയിലൊക്കെ പൂന്തി കളിക്കും. ഞാൻ ആ ടൈമിൽ ഒന്നെങ്കിൽ അവിടെയൊക്കെ വായി നോക്കി നടക്കും, ആരെങ്കിലും കാണുകയാണെങ്കിൽ സംസാരിക്കും. പിന്നെ ചെടിയുടെ പേരിൽ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ അവൻ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇനി വന്നാണമ്മാന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് നിർത്തിയിട്ട് ഒരു മാജിക് കാണിക്കാമെന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് നിർത്തുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ തടി വെച്ച് ആ മരത്തിലടിച്ച് എൻ്റെ പുറത്ത് വെള്ളം വീഴ്ത്തിക്കുന്നതാണ് ഈ കാണുന്നത്. അതൊക്കെയാണ് അവൻ്റെ ഹോബീസ്.
എന്നിട്ട് അമ്മ അപ്പോഴത്തേക്ക് നമ്മളവിടെ വെളിയിൽ നിന്നപ്പോഴത്തേക്ക് അമ്മ അവിടെ കാര്യമായിട്ട് ചെടിയെ നിരീക്ഷിച്ചുകൊണ്ട് ആ ചെടിയെടുത്ത് അവിടെ തൂക്കണം ഇവിടെ തൂക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചായ കുടിക്കുവാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അപ്പാപ്പൻ വന്നു. അപ്പാപ്പൻ ഇന്ന് വൈകിട്ട് വരും. അപ്പാപ്പൻ തൊട്ടടുത്ത് മാമൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പം അമ്മാമ്മ മരിച്ചതിന് ശേഷം വന്ന് എന്നും വൈകിട്ട് വന്ന് അമ്മാമ്മേനെ കാണാനായിട്ട് വരും. അങ്ങനെ അപ്പാപ്പനുള്ള ചായയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോഴത്തേക്കും ഒരു മരണം വന്നു. അങ്ങനെ അമ്മയും പപ്പയും കൂടെ മരണത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ആരൂസ് അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് മണ്ണിലൊക്കെ വെച്ച്. ഞാൻ പറഞ്ഞില്ലേ അവൻ്റെ പ്രധാന ഹോബി ഈ കാർ വെച്ച് കളിയാണ്. അപ്പോൾ അവ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പാപ്പ ഇവിടെ നിന്ന് ചായയും മിച്ചറും ഒക്കെ തിന്നുന്നുണ്ട്. ആ ഗ്യാപ്പിൽ ഞാൻ പോയി തുണി എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ തുണിയൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അതിൻ്റെ ഗ്യാപ്പിൽ അവൻ കയറി വന്ന് അവൻ എന്തോ പടമൊക്കെ വരയ്ക്കുന്നുണ്ട്. ചോദിച്ചപ്പോൾ ആനയാണ് വരയ്ക്കുന്നതെന്നാണ് പറഞ്ഞത്. എൻ്റെ കുട്ടിയുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കണമല്ലോ. അങ്ങനെ തുണിയൊക്കെ എടുത്തതിന് ശേഷം പിന്നെ തുണി വിരിക്കാനുണ്ടായിരുന്നു. അങ്ങനെ തുണി വിരിക്കുന്ന ധൃതിയിലാണ് ഞാൻ. ഇത്രയൊക്കെ ഉള്ളൂ, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ എൻ്റെ കുട്ടിക്ക് ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. എവിടേക്കും ഒരു ആനയുടെ സാദൃശ്യമൊക്കെ വരുന്നുണ്ട്, നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. അങ്ങനെ തുണി കഴുകലും കുളിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരുങ്ങി സുന്ദരി കുട്ടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈവനിങ് എന്ന് പറയുമ്പോൾ എന്താണ്, വിളക്ക് എത്തിക്കണം. അപ്പോൾ നമ്മൾ വിളക്ക് എത്തിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ ആലൂസും കൂടെയാണ് വിളക്ക് എത്തിക്കുന്നത്. ഞാൻ വിളക്ക് എത്തിച്ചു, അവൻ ചന്ദനത്തിരി കത്തിക്കാനായിട്ടാണ് അവൻ നിൽക്കുന്നത്. എൻ്റെ ഇടയ്ക്ക് കൂടെ കുർത്തക്കേടൊക്കെ കാണിക്കുന്നുണ്ട്. ഊതിയൊക്കെ അണയ്ക്കാൻ നോക്കളയും. അവൻ ആരാണ് മോനെന്നറിയാവോ. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ കുറച്ച് നേരം അവന് ടി വി കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ അവൻ ടി വിയൊക്കെ കണ്ട് പിന്നെ നമ്മൾ പഠിക്കാനായിട്ട് കയറി. പഠിക്കാനായിട്ട് വന്നിരുന്നപ്പോഴേ ആൾക്ക് കോട്ടുവായൊക്കെ വന്ന് ഉറക്കമൊക്കെ വരുന്നത്. അത് പിന്നെ അങ്ങനെയാണല്ലോ, ബുക്ക് കാണുമ്പോഴേ നമുക്ക് ഉറക്കമൊക്കെ വരുമല്ലോ. അങ്ങനെ ഏത് സബ്ജക്റ്റ് വേണം, അവർക്കിപ്പോൾ എക്സാം 20-ാം തീയതി മുതൽ തുടങ്ങുവാണ്. ഏത് സബ്ജക്റ്റ് വേണമെന്ന് ചോദിച്ചപ്പോൾ മലയാളം മതി, നമുക്കിത് മലയാളം പഠിക്കാമെന്നൊക്കെ പറഞ്ഞ് ഫുൾ എനർജിയോട് കൂടി വന്നതാണ്. അങ്ങനെ ടെക്സ്റ്റ് വായിക്കുന്നതാണ് ഈ കാണുന്നത്. എല്ലാം ഫുൾ കാണാപ്പാഠം പഠിച്ച് വെച്ചേക്കുവാണ്. അങ്ങനെ അതിഗംഭീരമായി പഠിച്ചതിന് ശേഷം അമ്മയും പപ്പയൊക്കെ വന്ന്. അപ്പോൾ അവർ കൈ നിറയെ സാധനങ്ങളുമായിട്ടാണ് വന്നത്. പേരയ്ക്ക, മസാല ദോശ, അങ്ങനെ കുറച്ച് ഐറ്റം തീറ്റി സാധനങ്ങളുമായിട്ടൊക്കെയാണ് അവർ വന്നത്. അങ്ങനെ അതൊക്കെ എടുത്തുകൊണ്ട് വെച്ച് അങ്ങനെ അപ്പം കയറി വന്ന് അവൻ്റെ അടുത്ത് കാര്യം പറയാണ്. ഇതാര് മേടിച്ചു തന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ അവനെ കഴിക്കാനായിട്ട് മസാല ദോശ എടുത്തുകൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. നാളെ സ്കൂളുണ്ട്. അപ്പോൾ സ്കൂളുള്ള ദിവസം ഒരു 9:30 മണിക്ക് ഉറങ്ങാൻ കയറിപ്പോവും. പെട്ടെന്ന് ഉറങ്ങും, ഉച്ചയ്ക്ക് അങ്ങനെ ഉറങ്ങുന്നില്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ആൾ ഉറങ്ങും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം അവരുമായിട്ടിരുന്ന് കളിച്ചു. അപ്പോൾ ആ ടൈമിൽ ഞാൻ പാത്രം കഴുകാൻ പോയി. അങ്ങനെ കുറച്ച് പാത്രമൊക്കെ കഴിയതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ നാളെ അവന് സ്കൂളിൽ പോകണം, അതുകൊണ്ട് പിന്നെ ഞാൻ 9:30 ആയപ്പോൾ അവന് ഉറക്കാനായിട്ട് കയറിപ്പോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഒരു ഈവനിങ്. ഇനി നമ്മൾ ഉറങ്ങാൻ പോകുന്നു. നാളെ അവന് സ്കൂളിൽ പോകണം, അതുകൊണ്ട് അപ്പം നാളെ അവന് സ്കൂളിൽ പോകണമെന്നുള്ളതുകൊണ്ട് നമ്മളൊരു 9:30 മണിക്ക് ഇവനെ ഉറക്കാനായിട്ട് കയറും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കേ, ടാറ്റാ. ബൈ.